ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോയമ്പിൻ്റെ 37-ാം ദിവസമായി ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 18-ാം തിരുവചനം. കുരിശിൻ്റെ ഭോഷത്വം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. കുരിശിൻ്റെ വചനം. കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ഈ വചനം ആദ്യമായി കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. കാരണം കുരിശുകൾ മാറിപ്പോകണമെന്നാണല്ലോ നാം എല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുരിശ് എങ്ങനെയാണ് ശക്തിയായി മാറുന്നത്? അപമാനത്തിൻ്റെ ചിഹ്നമായിരിക്കുന്ന കുരിശ് യേശുവിൻ്റെ കുരിശുമരണത്തോടെ രക്ഷയുടെ അടയാളമായി മാറുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സ്വീകരിക്കാനുള്ള കൃപ യാചിക്കാം. നമ്മുടെ പൂർണ്ണ ശരണം യേശുവിൻ്റെ കുരിശിൽ അർപ്പിക്കുമ്പോൾ കുരിശ് തന്നെ നമുക്ക് വെളിച്ചം പകരുകയും നമുക്ക് തണലേകുകയും ദൈവിക ശക്തിയാൽ നിറയ്ക്കുകയും ചെയ്യും. കുരിശിലേക്ക് നോക്കി നമുക്ക് പ്രകാശിതരാകാം. ആമേൻ.